Welcome to Forward Steps Vlogs. This is the 7th part of questions and answers related to Kerala Treasury Code and Kerala Account Code test conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. ബിൽ പ്രസന്റ് ചെയ്തതിനോടൊപ്പമുള്ള ബിൽ ബുക്കിലെ കോളം 12, 13 എന്നിവ പൂരിപ്പിച്ചിരുന്നില്ല എന്ന കാരണത്താൽ ട്രഷറി ഓഫീസർക്ക് ഏത് റൂൾ പ്രകാരം ബിൽ ഒബ്ജക്റ്റ് ചെയ്യാം? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 223 കുറിപ്പ് 9 പ്രകാരം. ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഡ്യൂപ്ലിക്കേറ്റ് ബിൽ ബുക്ക് ഇഷ്യൂ ചെയ്യുകയും പിന്നീട് നഷ്ടപ്പെട്ട ബിൽ ബുക്ക് തിരികെ ലഭിക്കുകയും ചെയ്താൽ എന്ത് നടപടി സ്വീകരിക്കും? ഉത്തരം ഡ്രോയിങ് ഓഫീസർ വിവരം അടിയന്തരമായി ട്രഷറി ഓഫീസറിനെ അറിയിക്കണം. TR 74 ട്രഷറി ബിൽ ബുക്കിന്റെ കോളം 6 എന്തിനുള്ളതാണ്? ഉത്തരം ഡ്രോയിങ് ഓഫീസറുടെ തീയതിയോടുകൂടിയ ഒപ്പ് രേഖപ്പെടുത്താൻ. ട്രഷറിയിൽ ബാങ്ക് ട്രഷറി ബിൽ ബുക്കുകൾ എപ്രകാരം സൂക്ഷിക്കണം? ഉത്തരം ഡബിൾ ലോക്ക് സമ്പ്രദായത്തിൽ ഭദ്രമായി സൂക്ഷിക്കണം. പേയ്മെന്റിന് മുമ്പായി പ്രീ ഓഡിറ്റിന് പോകേണ്ടതായ ബില്ലുകൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഏത് ഫോമിലുള്ളതാണ്? ഉത്തരം ഫോം TR 76. ഒരു ട്രഷറി ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ്? ഉത്തരം 3 മാസം. പാസ്സാക്കുകയും എന്നാൽ പേയ്മെന്റ് നടത്താതെ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിവസം ശേഷിക്കുകയും ചെയ്യുന്ന ബില്ലുകൾ ട്രഷറി ഓഫീസർ ബാങ്കിന് നൽകുകയും ബിൽ ക്യാൻസൽ ചെയ്ത് പാർട്ടികൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്ന നടപടി ഏത് റൂൾ പ്രകാരം? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 231 പ്രകാരം. ഇഷ്യൂ ചെയ്ത് 12 മാസത്തിനു ശേഷം പേയ്മെന്റ് നടത്താതെ ശേഷിക്കുന്ന ചെക്കുകൾ ഏത് റൂൾ പ്രകാരം ഡ്രോയിങ് ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 251 പ്രകാരം. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ആവശ്യത്തിനായി ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടിന് ചെക്ക് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഏത് റൂൾ പ്രകാരമാണ്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 252A പ്രകാരം. പെൻഷൻ പേയ്മെന്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വിതരണ ഉദ്യോഗസ്ഥനും രണ്ടാമത്തേത് ആർക്കാണ് നൽകുന്നത്? ഉത്തരം പെൻഷനർക്ക്. പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ ആണ്. മരണമടഞ്ഞ പെൻഷനറുടെ പെൻഷൻ കുടിശ്ശിക അനുവദിച്ചു കിട്ടുന്നതിന് ഏത് കാലയളവിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചില്ല എങ്കിൽ നിലച്ചുപോകും? ഉത്തരം 1 വർഷത്തിനുള്ളിൽ. ഗ്രാന്റ് ഇൻ എയ്ഡ് ബിൽ തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 108. പേയ്മെന്റ് ഓർഡർ ഒപ്പിടുന്നതിനുള്ള അധികാരി ആര്? ഉത്തരം ഓഫീസ് മേധാവി. പ്രതിമാസ പെൻഷൻ എത്ര മാസം വാങ്ങാതിരുന്നാൽ നിലച്ചു പോകും? ഉത്തരം 3 വർഷം വാങ്ങാതിരുന്നാൽ. പെൻഷനറുടെ ബിൽ തയ്യാറാക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 81.
ഒരു പെൻഷനറുടെ പ്രതിമാസ പെൻഷൻ സംസ്ഥാനത്തിനകത്തുള്ള മറ്റൊരു ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ജില്ലാ ട്രഷറി ഓഫീസർക്ക്. റിട്ടയർ ചെയ്ത ജീവനക്കാരൻ്റെ ഗ്രാറ്റുവിറ്റി മാറിയെടുക്കുന്നതിനുള്ള കാലാവധി 3 വർഷം വരെ ദീർഘിപ്പിച്ചുകൊണ്ട് ഏത് റൂൾ പ്രകാരമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 303C പ്രകാരം. നഷ്ടപ്പെട്ട ബില്ലിന് പകരമായ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് എത്ര രൂപയുടെ കോർട്ട് ഫീസ് ആവശ്യമാണ്? ഉത്തരം 5 രൂപയുടെ. ഗസറ്റഡ് തസ്തികയിലുള്ള ജീവനക്കാർക്ക് പേ സ്ലിപ്പ് നൽകുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്. എത്ര രൂപയിൽ അധികരിച്ചുള്ള പേയ്മെന്റിനാണ് റവന്യൂ സ്റ്റാമ്പ് പതിപ്പിക്കേണ്ടത്? ഉത്തരം 5000 രൂപയിലധികം. ഇൻക്രിമെന്റ് എഴുതി സൂക്ഷിക്കുന്നത് ആരാണ്? ഉത്തരം ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറാണ്. കേരള ട്രഷറി റൂൾസ് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1/7/1963. എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിനോടൊപ്പം ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ TR 52 ഫോമിൽ ഉൾപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഏത്? ഉത്തരം ആബ്സെൻട്രി സ്റ്റേറ്റ്മെന്റ്. പെർമനന്റ് അഡ്വാൻസിന്റെ കൃത്യത എന്തുമായാണ് ഒത്തുനോക്കുന്നത്? ഉത്തരം കണ്ടീജന്റ് രജിസ്റ്ററുമായി. ഡ്രോയിങ് ഓഫീസർ TR 61 ഫോമിൽ തയ്യാറാക്കുന്ന കണ്ടീജന്റ് ബില്ലിനോടൊപ്പം വ്യക്തിഗത പേയ്മെന്റിനായി ഉൾപ്പെടുത്തുന്ന സബ് വൗച്ചറുകൾ എത്ര രൂപയിൽ അധികരിച്ചുള്ളവയായിരിക്കണം? ഉത്തരം 1000 രൂപയിൽ അധികം. സേഫ് കസ്റ്റഡി രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 28. ട്രഷറി ഓഫീസറുടെ പൊതുവായുള്ള ഉത്തരവാദിത്തങ്ങൾ ട്രഷറി കോഡ് വോളിയം 1 പ്രതിപാദിച്ചിട്ടുള്ള റൂളുകൾ ഏതൊക്കെയാണ്? ഉത്തരം റൂൾ 44, 45, 46, 47, 48, 49, 50 എന്നിവ പ്രകാരം. ട്രഷറിയിലുള്ള സിവിൽ കോഡ് ഡിപ്പോസിറ്റുകൾ ആരുടെ ഉത്തരവ് പ്രകാരമാണ് ട്രഷറി ഓഫീസർ പിൻവലിച്ചു കൊടുക്കുന്നത്? ഉത്തരം സിവിൽ കോടതികളുടെ. പേയ്മെന്റ് നടത്തുന്നതിനായി ട്രഷറി നിർദ്ദേശിക്കുന്ന ബില്ലുകളും രേഖകളും സ്വീകരിച്ച് പേയ്മെന്റ് നടത്തുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. പേയ്മെന്റിനായി സമർപ്പിക്കപ്പെട്ട ബില്ലുകളിൽ ട്രഷറി ഓഫീസർക്ക് തിരുത്തൽ വരുത്താവുന്ന തെറ്റുകൾ ഏത്? ഉത്തരം അരിത്തമെറ്റിക് കറക്ഷൻസ്. ട്രഷറി ചെക്കിന്റെ കാലാവധി എത്ര മാസം? ഉത്തരം 3 മാസം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആരാണ്? ഉത്തരം റിലീവ് ചെയ്യുന്ന ഗസറ്റഡ് ഓഫീസർ. ക്യാഷ് ഓർഡറിന്റെ കാലാവധി എത്ര മാസം? ഉത്തരം 3 മാസം. ട്രഷറി ഓഫീസർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അയക്കുന്ന കൺസോളിഡേറ്റഡ് റെസിപ്റ്റ് ഏത് ഫോമിലുള്ളതാണ്? ഉത്തരം ഫോം TA 11 പ്രകാരം.
ട്രഷറി ബിൽ ബുക്കിൻ്റെ കുറ്റമറ്റ കൈകാര്യവും കൈവശ സൂക്ഷിപ്പും ആർക്കാണ്? ഉത്തരം ഡ്രോയിങ് ഓഫീസർക്ക്. സെൻട്രൽ അഥവാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിൽ മുൻപ് ജോലി ചെയ്തിരുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പെൻഷൻ. ഉത്തരം സർവീസ് പെൻഷൻ. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ തയ്യാറാക്കി അയക്കുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലാണ്. ഒരു ഡ്രോയിങ് ഓഫീസർക്ക് ഒരേ സമയം എത്ര ട്രഷറി ബിൽ ബുക്ക് കൈവശം സൂക്ഷിക്കാം? ഉത്തരം 1. സർവീസ് പെൻഷനർ എപ്പോഴാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്? ഉത്തരം വർഷത്തിലൊരിക്കൽ. പ്രതിമാസ പെൻഷൻ എത്ര നാൾ കൈപ്പറ്റാതിരുന്നാൽ നിലച്ചുപോകും? ഉത്തരം 3 വർഷം. പൊളിറ്റിക്കൽ പെൻഷൻ നിലച്ചു പോകുന്നതിനുള്ള സാഹചര്യം ഏത്? ഉത്തരം തുടർച്ചയായി 6 വർഷം പെൻഷൻ കൈപ്പറ്റാതിരുന്നാൽ. ഒരു പെൻഷനർ മരിച്ചാൽ ഫാമിലി പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നത് എന്നു മുതൽ? ഉത്തരം തൊട്ടടുത്ത മാസത്തിൻ്റെ 1-ാം തീയതി മുതൽ. മരണമടഞ്ഞ പെൻഷനറുടെ ഫാമിലി പെൻഷൻ വിതരണം സംബന്ധിച്ച ഓർഡറുകൾ അയച്ചു കൊടുക്കുന്നതിനെപ്പറ്റി ഏത് റൂളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 299(b)യിൽ. മരണമടഞ്ഞ പെൻഷനറുടെ കുടിശ്ശിക തുക അനുവദിച്ചു കിട്ടുന്നതിന് അനന്തരാവകാശികൾ എത്ര നാൾക്കകം അപേക്ഷ സമർപ്പിക്കണം? ഉത്തരം 1 വർഷത്തിനകം. തൻ്റെ നിയന്ത്രണത്തിലുള്ള ട്രഷറിയിൽ നിന്നും ശമ്പളം വാങ്ങിയിരുന്ന റിട്ടയർ ചെയ്ത ഗസറ്റഡ് ഓഫീസർമാരുടെ പട്ടിക ട്രഷറി ഓഫീസർ എന്നാണ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കുന്നത്? ഉത്തരം ഡിസംബർ 1. സർക്കാരിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ എഴുതുന്ന ക്യാഷ് ബുക്കിൻ്റെ ഫോം ഏത്? ഉത്തരം ഫോം TR 7A. ഒരു ബിൽ വൗച്ചർ ആകുന്നത് എപ്പോൾ? ഉത്തരം പേയ്മെൻറ്റ് നൽകി കഴിയുമ്പോൾ. പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എപ്രകാരം എഴുതണം? ഉത്തരം ചുവന്ന മഷിയിൽ എഴുതണം. ശമ്പള ബില്ലിൽ നിന്നും നേരിട്ട് കുറവ് ചെയ്യാൻ പാടില്ലാത്ത റിക്കവറി? ഉത്തരം പ്രൊഫഷണൽ ടാക്സ്. എപ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് ബിൽ ഇഷ്യൂ ചെയ്യുന്നത്? ഉത്തരം ഒറിജിനൽ ബിൽ ട്രഷറി പാസാക്കുകയും പക്ഷേ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായി നഷ്ടപ്പെടുകയും ചെയ്താൽ. പേസ്ലിപ്പ് ഇല്ലാതെ ഗസറ്റഡ് ഓഫീസർക്ക് ട്രഷറിയിൽ നിന്നും ബിൽ മാറാവുന്ന പരമാവധി കാലാവധി എത്ര മാസം? ഉത്തരം 3 മാസം. അക്കൗണ്ടന്റ് ജനറലിൻ്റെ അംഗീകാരം കൂടാതെ തന്നെ ഗസറ്റഡ് ഓഫീസർക്ക് മാറാൻ കഴിയുന്ന ചെലവ്? ഉത്തരം യാത്രപ്പടി. ഒരു പുതിയ ഓഫീസിലേക്ക് സ്ഥലം മാറ്റപ്പെടുന്ന ജീവനക്കാരൻ്റെ യാത്രപ്പടി എവിടെ നിന്നും ലഭിക്കും? ഉത്തരം പഴയ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ ഓഫീസിൽ നിന്നോ. ട്രാൻസ്ഫറിനോടനുബന്ധിച്ച് അഡ്വാൻസ് പേ നൽകുന്നത് ഏത് റൂൾ പ്രകാരം?
ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 168 പ്രകാരം. കാലാകാലങ്ങളിൽ അനുവദിക്കപ്പെടുന്ന ക്ഷാമബദ്ധ വർധനവ് ഗസറ്റഡ് ഓഫീസർമാർക്ക് അനുവദിച്ചു കിട്ടുന്നത് എങ്ങനെയാണ്? ഉത്തരം ട്രഷറി ഓഫീസർമാർക്ക് അക്കൗണ്ടന്റ് ജനറലിൽ നിന്നും കിട്ടുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരം. സാധാരണ പേ ബില്ലിനോടൊപ്പം അരിയർ പേ ബിൽ സമർപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള റൂൾ. ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 176 പ്രകാരം. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലെ പേ ആൻഡ് അലവൻസുകൾ ഒരു നോൺ ഗസറ്റഡ് ഓഫീസർക്ക് മാറണമെങ്കിൽ സ്വീകരിക്കേണ്ടുന്ന നടപടി എങ്ങനെയാണ്? ഉത്തരം ബിൽ ഡിപ്പാർട്ട്മെന്റ് തലവനോ തൊട്ടുമുകളിലുള്ള ഗസറ്റഡ് ഓഫീസറോ കൗണ്ടർ സൈൻ ചെയ്യണം. ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ അരിയർ സാലറി മാറുന്നത് ആര്? ഉത്തരം ഓഫീസ് മേധാവി. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.